വിവിധ കേസുകൾ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ വിമർശം. കോടതി ആവശ്യപ്പെട്ട ചില രേഖകൾ ഹാജരാക്കാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്. കേസുകളിൽ മറുപടിയും സത്യവാങ്മൂലങ്ങളും സർക്കാർ അഭിഭാഷകർ കൃത്യസമയത്ത് സമർപ്പിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 120 ഗവൺമെന്റ് പ്ലീഡർമാരുണ്ടായിട്ടും ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. സോളാർ കേസിൽ ഹാജരാവാൻ സർക്കാർ അഭിഭാഷകർ ധാരാളമുണ്ട്. ഹൈക്കോടതിയിൽ ഹാജരാവാനാണ് പ്ലീഡർമാരെ കിട്ടാത്തത്. താരതമ്യേന കഴിവ് കുറഞ്ഞവരാണ് ഹാജരാവുന്നതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. മാത്രമല്ല, സർക്കാർ അഭിഭാഷകരിൽ പലരും അബ്കാരികളുടെ ബിനാമികളാണ്. ഇതിലും ഭേദം സ്വകാര്യ അഭിഭാഷകരെ കേസ് ഏൽപ്പിക്കുന്നതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. രാഷ്ട്രീയ ആഭിമുഖ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉത്സാഹം കോടതിയിൽ കാണിക്കുമായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ തമിഴ്നാട് AG ഓഫീസ് മാതൃകയാണ്. ഈ പശ്ചാത്തലത്തിൽ അറ്റോർണി ജനറലിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ P. തോമസ് ചോദിച്ചു. വിമർശത്തിന് തൊട്ടുപിറകെ DGPയുടെ നേതൃത്വത്തിൽ സർക്കാർ അഭിഭാഷകർ കോടതിയിലെത്തി. ജസ്റ്റിസ് അലക്സാണ്ടർ P. തോമസ് ഉന്നയിച്ച വിമർശങ്ങൾക്ക് വിശദീകരണം നൽകുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതിന് അവസരം കിട്ടിയില്ല. മീഡിയ 1 കൊച്ചി.